മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങൾ. മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സാഹചര്യത്തിൽ ഭക്ഷണ വിൽപ്പനശാലകളിൽ ശുചിത്വവും ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് നീക്കം. മൂന്നാറിലെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങളുടെ ഇടപെടൽ. മധ്യവേനൽ അവധി ആരംഭിച്ചതു മുതൽ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഇക്കാരണം കൊണ്ടുതന്നെ ചെറുകിട ഭക്ഷണ വിൽപ്പനശാലകളിൽ മുതൽ വൻകിട ഹോട്ടലുകളിൽ വരെ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വഴിയോരങ്ങളിലടക്കം ലഘുഭക്ഷണശാലകളുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവിടുത്തെ എല്ലാ കടകളിലും ഫുഡ് സേഫ്റ്റിയുടെയും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും പരിശോധന ശക്തമായി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മൂന്നാർ മേഖലയിൽ വരുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് പുറത്തുനിന്ന് പറയുമ്പോൾ മൂന്നാറിൽ വന്നു ഭക്ഷ്യവിഷാദം ഏറ്റുന്നതാണെങ്കിൽ പോലും ഇത് ഏത് ഏരിയ ആണെന്നൊക്കെ പറയാനായിട്ട്, അതായത് വട്ടവട, ചിന്നക്കനാൽ, ശനങ്കര, അങ്ങ് മറയൂർ വരെയുള്ള ഏത് ഏരിയയിലാണെങ്കിലും പോയിട്ട് നല്ല ആൾക്കാർ പറയുന്നത് മൂന്നാർ പോയി അവിടുന്ന് കഴിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ പോകുന്ന വഴികളിലെല്ലാം വഴി സൈഡിൽ നിർത്തി വെച്ചിട്ടുള്ള ഈ ചെറിയ ചെറിയ കടകളിൽ നിന്നുള്ള ക്യാൻഡ് ഫുഡ്സ്, അതേപോലെ ബാക്കി ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് മൂലമാണ് ഈ ഒരു ഫുഡ് പോയ്സൺ ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് ഒരു ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഭക്ഷണ വിൽപ്പനശാലകളിൽ ശുചിത്വവും ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് നീക്കം. മൂന്നാറിലെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങളുടെ ഇടപെടലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം ഈ ഒരു സീസണിൽ നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. തട്ടുകടകൾ, അതുപോലെ സ്ട്രീറ്റ് വെൻഡേഴ്സ്, കൂടാതെ ഹോട്ടലുകൾ, ഇവ കേന്ദ്രീകരിച്ച് തുടർന്ന് പരിശോധനകൾ നടത്തി വരും. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ വിനോദസഞ്ചാരികൾ പ്രത്യേകിച്ച് ലോ റേഞ്ചിൽ നിന്ന് ഹൈ റേഞ്ചിലോട്ട് നമ്മൾ കയറി വരുമ്പോഴേക്കും നമ്മൾ മിതമായ ഒരു ഭക്ഷണ രീതി നമ്മൾ അവലംബിക്കണം. രണ്ട്, നമ്മൾ ഒരു കഴിക്കാൻ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴേക്കും അത് FSS നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ശുചിത്വ മാനദണ്ഡങ്ങൾ നമ്മൾ ആ ഹോട്ടലിൽ നോക്കി അത് മതിയായതാണെന്നുണ്ടെങ്കിൽ മാത്രം അത്തരം ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഭക്ഷണ വിൽപ്പനശാലകളുടെ പരിസര ശുചിത്വവും ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്നതിന്റെയും പാചകം ചെയ്യുന്നതിന്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതായുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹോട്ടലുകളും വഴിയോര ഭക്ഷണ വിൽപ്പനശാലകളും പ്രവർത്തിക്കുന്നില്ലെന്ന് പരിശോധനയിലൂടെ ഉറപ്പുവരുത്തേണ്ടതായുണ്ട്. ഹോട്ടലുകളിലും വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളിലും തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ശുചിത്വവും പരിശോധനയ്ക്ക് വിധേയമാക്കും. ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഭക്ഷണ വിൽപ്പന നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വകുപ്പുകൾ തയ്യാറെടുക്കുന്നത്.